PSC പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം എന്ന്. അതിലെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണൻമൂലയാണ്. ജനനം 1853 ആഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാട് അയ്യ സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതു ലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത് ആരുടെ പ്രവർത്തന ഫലമായാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന ഫലമായാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിന്റെ കർത്താവ് ബോധേശ്വരൻ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്ത ഭാഗ്യം. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? വേദാധികാര നിരൂപണം. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യ സ്വാമികളാണ്. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികളാണ്. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ എന്നത്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്വൈത ചിന്താ പദ്ധതി, പ്രാചീന മലയാളം, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈത പഞ്ചരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന, കൊല്ലം ജില്ലയിലാണ്.